പടനായകനെന്നും ഫിനിക്സ് പക്ഷിയെന്നും വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി വാഴ്ത്തുപാട്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ 100 വനിതകൾ ഗാനം ആലപിക്കുമ്പോഴാണ് വേദിയിലേക്ക് പിണറായി വിജയൻ എത്തിയത്. വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുമ്പോഴും ഇതേ ഗാനം വേദിയിൽ ആലപിച്ചു. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. അലക്സ്, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയില്ല, പക്ഷേ മറ്റു ചില പരാമർശങ്ങൾ, കേരളത്തിന്റെ വികസനവുമൊക്കെയായി ബന്ധപ്പെട്ട മറ്റു ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? ഇനി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ വിഷയത്തിൽ? വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു സ്തുതിഗാനം ആലപിക്കപ്പെട്ടത്. അത് ഇന്നലെ തന്നെ ആ ഗാനം പുറത്തു വന്നതിൽ തന്നെ അത് വലിയ വിവാദമായിരുന്നു. അതിൽ ഈ എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ വിശദീകരണം, മുഖ്യമന്ത്രി ഊറ്റുകുടിയിലെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് 100 വനിതകൾ അല്ലെങ്കിൽ 100 ജീവനക്കാർ ചേർന്ന് ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആ ഗാനം ആലപിക്കുമെന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇവിടേക്ക് അതായത് മുഖ്യമന്ത്രിക്ക് ഈ ഗാനം അകമ്പടി പാടുകയായിരുന്നു. മുഖ്യമന്ത്രി വേദിയിലിരിക്കെയാണ് ആ പാട്ട് പാടി ഒഴിപ്പിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി മടങ്ങുമ്പോഴും സമാനമായി തന്നെ ആ ഗാനം പാടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പക്ഷേ ഈ പ്രസംഗത്തിൽ ഒരിടത്തും ഈ ഗാനത്തെപ്പറ്റി മുഖ്യമന്ത്രി പരാമർശിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഏറ്റവും ഒടുവിൽ സംസാരിച്ച CPM-ന്റെ ജില്ലാ സെക്രട്ടറി വർക്കല MLA-യുമായ വി ജോയ് വലിയ വിമർശനം ഉന്നയിച്ചു. അതായത് കേരളം പടുത്തു ഉയർത്തുന്നതിൽ, ഇന്ന് കാണുന്ന തരത്തിലേക്ക് കേരളം മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പേര് പറയുന്നതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട്. അത് അംഗീകരിക്കാനാകില്ല. അത് കഴിഞ്ഞ വോട്ടെടുപ്പിൽ ജനം തെളിയിച്ചതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. എന്താണെങ്കിലും ഈ ഗാനം എഴുതിയ പൂവത്തൂർ ചിത്രസേനൻ 24-നൊപ്പമുണ്ട്. ഇങ്ങനെ ഒരു ഗാനത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായ പി ഹണി, അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ഒരു വിപ്ലവ ഗാനം എഴുതണം, അതിലെ മുഖ്യമന്ത്രിയെ കൂടെ സൂചിപ്പിച്ചോ എന്ന് പറഞ്ഞു. അപ്പം പി ഹണി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ഗാനം എഴുതിയത്. ഈ ഗാനത്തിലുടനീളം അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ചരിത്രം തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചരിത്രം പറയാതിരിക്കുന്നത് ശരിയാണോ? കേരളത്തിലെ ഭരണാധികാരികളിൽ വെച്ച് തുടർ ഭരണം കിട്ടിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, അദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം സമഗ്രമായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചലച്ചിത്രം കാണുന്നത് പോലെ ഇങ്ങനെ വരികയാണ്. ആ ചലച്ചിത്രം കാണുന്ന പോലെ ഇങ്ങനെ വരികയും അതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 2:30 മണിക്കാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്, ഓർമ്മിക്കണം. രാവിലെ 5:30 മണിക്കാണ് ഈ എഴുത്ത് തീരുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഒരു പ്രചോദനം പോലെ ഞാനങ്ങ് എഴുതി എന്നുള്ളതാണ്. ഒറ്റ ഇരിപ്പിന് 3 മണിക്കൂർ കൊണ്ട് എഴുതി, ഒറ്റ എഴുത്തേ ഞാൻ എഴുതുള്ളൂ. എഴുതി വെച്ചു. മുഖ്യമന്ത്രിയുടെ ആരാധകനാണ്. മുഖ്യമന്ത്രിയുടെ ആരാധന എന്ന് വെച്ചാല് എന്റെ പിതാവ് പൂവത്തൂർ ഭാർഗവൻ എന്നാണ് പേര്, മഹാകവി പൂവത്തൂർ ഭാർഗവൻ. 3 മഹാകാവ്യമുണ്ട്. കിരാതവംശം മഹാകാവ്യം, ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം, ഇപ്പോഴത്തെ ശാസ്താപുരാണ ഭാഗവതം, പിന്നെ താനാട്ട് സൂത്രം ഗവേഷണ ഗ്രന്ഥമാണ്. പിന്നെ കൃതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ വലിയൊരു മരത്തിന്റെ ചോട്ടിലുള്ള ഒരു ചെറിയ ഒരു പുല്ലാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് എഴുതാൻ കഴിഞ്ഞത്. ഞാൻ എന്റെ അച്ഛനെ കാണുന്നത് പോലെ ഞാൻ പിണറായി കാണും. കോവിഡും പ്രളയവും മഹാമാരിയും ഒക്കെ കേരളം ഒറ്റക്കെട്ടാണ് നേരിട്ടത്. അത് മുഖ്യമന്ത്രിയുടെ പേരിലേക്ക് മാത്രം ആ ക്രെഡിറ്റ് മുഴുവൻ അങ്ങ് പാട്ടിക്കൊടുക്കുക. അല്ല, അങ്ങനെയല്ല. അതിന് നയിക്കാൻ ഒരാളില്ലേ? ഇപ്പൊ കാരണവരായിട്ട് കേരളത്തിന്റെ കാരണവരായിട്ട് നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ എടുത്തു വെക്കേണ്ടത്. അല്ലാതെ ഞാൻ മറ്റാരും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കൊരു കൈത്താങ്ങായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു കാരണക്കാരൻ അതാണ് നമ്മുടെ പിണറായി സാർ. ഇത്തരത്തിലൊരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സ്തുതിയൊന്നും ഇടതു രാഷ്ട്രീയത്തിൽ അത്ര കണ്ട് പരിചിതമല്ല. ഇല്ല, അതില്ല. പക്ഷെ ഇടതു രാഷ്ട്രീയം എന്നുള്ള രീതിയിലല്ല ഞാൻ കണ്ടത്. കേരളത്തിലെ സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകൻ, ഒരു ഭരണാധികാരി അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കവിത, അതായിരുന്നു എന്റെ കവിത. വലിയ ട്രോളുകൾ ഒക്കെ വരുന്നുണ്ട്. അല്ല, എന്ത് വന്നാലും ഞാന് ആരോട് തന്നെ കാവലാൾ, നേരത്തെ കാരണഭൂതൻ എന്നുള്ള പേരായിരുന്നു, ഇപ്പൊ കാവലാൾ എന്നൊക്കെ പേരിലും മുഖ്യമന്ത്രിക്കെതിരെ അങ്ങയുടെ വരികൾ വെച്ചുള്ള ട്രോളുകളാണ്. അതെ, കാവലാളെന്ന് എന്റെ കവിതയുടെ പേരാണ് കാവലാള്. അതെ, കാവലാളാണല്ലോ അല്ലേ, നമ്മുടെ സംരക്ഷകനല്ലേ. അപ്പൊ ആ പേര് ഞാൻ കൊടുത്തു.
ട്രോളുകളും വിമർശനങ്ങളൊന്നും അതൊന്നും എനിക്ക് ബാധകമേ അല്ല. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. കാര്യം എന്റെ മനസ്സിൽ തോന്നിയ ഭാവങ്ങൾ, എന്റെ മനസ്സിൽ തോന്നിയ വികാരവും എന്റെ നാട്ടിന്റെ നന്മയ്ക്കും വേണ്ടി ഒരു ഭരണാധികാരി നിൽക്കുന്നു. ആ ഭരണാധികാരിക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ശരി അലക്സ് എന്തായാലും അദ്ദേഹം സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ പറയാനുള്ളത് അദ്ദേഹം അലക്സിനോട് വിശദീകരിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല. ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം വേദിയിൽ നിന്ന് മടങ്ങുമ്പോഴും സംഘാടകർ ഇതേ ഗാനം അവിടെ ആലപിച്ചിരുന്നു എന്ന വിവരം കൂടിയുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഗാനരചയിതാവാണ് അലക്സിനൊപ്പം ഇപ്പോൾ സംസാരിക്കുന്നത്.